ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ എല്ലാ കുറവുകളിലും ബലഹീനതകളിലും പാപാവസ്ഥകളിലും നമ്മുടെ ചാരത്തെത്തി നമ്മെ ചേർത്ത് പിടിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശു വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. പതിനെട്ട്, 30, 31 വാക്യങ്ങൾ. സിറാഖ് ചാപ്റ്റർ 18 വേഴ്സസ് 30 and 31. അധമ്മ വികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക. അധമ്മ വികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരും. ഡു നോട്ട് ഫോളോ യുവർ ബേസ് ഡിസയേഴ്സ്. റീസ്ട്രെയിൻ യുവർസെൽഫ് ഫ്രം എവറി പാഷൻ. അധമ വികാരങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ പ്രഭാഷകന്റെ പുസ്തകം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ അച്ചടക്കത്തിലേക്ക്, ആത്മനിയന്ത്രണത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് ഈ വചനം. അടിസ്ഥാനപരമായ ഒരു ക്രിസ്തീയ അച്ചടക്കം ഈ കാലത്ത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അച്ചടക്കമില്ലാതിരിക്കുന്നതല്ല സ്വാതന്ത്ര്യം. ഇന്ന് നമുക്കങ്ങനെ ഒരു തെറ്റിദ്ധാരണ എങ്ങനെയോ ഈ കാലം സമ്മാനിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യം എന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ കർത്താവിൻ്റെ ഹിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതാണ്. ദൈവഹിതത്തോട് ചേർന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ അലൈൻ ചെയ്യുമ്പോൾ അനുഭവിക്കുന്നതിൻ്റെ പേരാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഈ നോമ്പ് കാലം നമ്മുടെ ഹൃദയത്തിൻ്റെ പരിശീലന കാലമാണ്. ആത്മീയ കളരിയാണ് നോമ്പ്. ഏറെ പേര് നോമ്പെടുക്കുന്നു, ഉപവാസമെടുക്കുന്നു, പരിത്യാഗ പ്രവർത്തികളിൽ ഏർപ്പെടുന്നു. ഇതിലൂടെയൊക്കെ നമ്മൾ ശ്രമിക്കുന്നത് യഥാർത്ഥ ജീവൻ നൽകുന്ന കർത്താവിൻ്റെ വചനത്തെ, തിരുരഹസ്യങ്ങളെ, പരിശുദ്ധ കുർബാനയെ ഒക്കെ അടുത്തറിയാനാണ്. ലോകം നൽകുന്നതിനപ്പുറത്തൊരാനന്ദം കർത്താവ് നൽകുന്നുണ്ടെന്ന് അനുഭവിക്കാൻ, തിരിച്ചറിയാൻ, ചുറ്റുമുള്ള കൗതുകങ്ങളോട് നോ പറയാനുള്ള ശ്രമമാണ് നോമ്പുകാലം. നാം ഇന്ന് പാടി പ്രാർത്ഥിച്ചതുപോലെ നിഴല് പോലെ കൂടെ വരുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തെ ഏറ്റുപറയും. നിരാശപ്പെട്ടും മടുത്തും പോകുമ്പോൾ സാന്ത്വനമായി അവൻ ചാരത്തുണ്ട്. ഒരു പാപത്തിനും നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കാൻ കഴിയുമെന്ന് വിചാരിക്കരുത്. നിരാശയിലേക്ക് വീണ്ടും വീണ്ടും നമ്മുടെ പാപങ്ങൾ, നമ്മുടെ കൗതുകങ്ങൾ നമ്മെ തള്ളിയിടാം. ആ നേരത്ത് കർത്താവ് ഈ പാപച്ചുഴിയിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കും. പറ്റുന്നവർ, സാധിക്കുന്നവർ ഒന്നുകൂടെ ആ ഗാനം പാടി നമ്മുടെ അവസ്ഥകളെ കർത്താവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം. നിന്റെ പാപത്തിൻ്റെ ചുഴിയിൽ നിന്നും നിന്നെ കോരിയെടുക്കുന്ന കർത്താവിൻ്റെ സ്നേഹം, കാരുണ്യത്തിൻ്റെ പൂന്തേൻ ചൊരിയുന്ന കർത്താവിൻ്റെ സ്നേഹം.
കർത്താവിനോട് ചേർന്ന് ഈ ആത്മനിയന്ത്രണത്തിൻ്റെ അച്ചടക്കത്തിൻ്റെ പാഠങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം. പിശാചൊരുക്കിയ പ്രലോഭനങ്ങളുടെ കെണികളോട് നോ പറഞ്ഞ കർത്താവ്. അങ്ങനെ നോ പറയാൻ കഴിയാതെ പാപക്കുഴിയിൽ നമ്മൾ വീണു പോകുമ്പോൾ നമ്മൾ പരിഹാസത്തിൻ്റെ പാത്രമാകും, അപമാനത്തിൻ്റെ വിഷയമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ അപമാനത്തിന്, പരിഹാസത്തിന് വിട്ടുകൊടുക്കരുതേ എന്ന്. സെയിൻറ്റ് ബേസിൽ ദ ഗ്രേറ്റ് പറയുന്നത് പോലെ, സെൽഫ് കൺട്രോൾ ഇസ് ദ ഗാർഡിയൻ ഓഫ് ഓൾ വിർച്യു. എല്ലാ സുഹൃതങ്ങളുടെയും കാവൽക്കാരനാണ് ആത്മനിയന്ത്രണം. ആത്മനിയന്ത്രണമില്ലെങ്കിൽ നമ്മുടെ സുഹൃതങ്ങൾ കൊള്ളയടിക്കപ്പെടും. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, എൻ്റെ ആഗ്രഹങ്ങളെ, എൻ്റെ തൃഷ്ണകളെ നിയന്ത്രിക്കാൻ, അതിനെ മാസ്റ്റർ ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ. യഥാർത്ഥ ജീവൻ നൽകുന്നത് എന്താണെന്ന്, ഉപരിയായ ആനന്ദം നൽകുന്നത് എന്താണെന്ന് വേർതിരിച്ചറിയാൻ, അതിനെ തിരഞ്ഞെടുക്കാൻ എനിക്ക് നീ വിവേകം നൽകണമേ. കർത്താവേ, ആത്മീയ അച്ചടക്കത്തിൽ എന്നെ വളർത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.